ഒരു ഒന്നൊന്നര മോട്ടിവേഷൻ സ്റ്റോറിയാണ് വിവേക് ഒബ്റോയുടെ. ഒരു നെപ്പോ കിഡ് ആയിട്ട് തന്നെയാണ് സിനിമയിലേക്കുള്ള എൻട്രി. ആദ്യ പടങ്ങളെല്ലാം ഹിറ്റ്. പക്ഷെ അതേ കാലത്ത് ഐശ്വര്യ റായുടെയും സൽമാൻ ഖാന്റെ ഇഷ്യൂവിന്റെ ഇടയിൽ പെട്ടുപോയ ഒരാളാണ് വിവേക് ഒബ്റോയ്. ഇത് കാരണം സൽമാൻ ഖാൻ വിവേക് ഒബ്റോയുടെ കരിയർ നശിപ്പിക്കാൻ നോക്കിയത് പബ്ലിക് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം കുറെ കാലം മൂവീസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന വിവേകിന് പിന്നീട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മൂവീസും ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പ് ആയിരുന്നു. അങ്ങനെ ഒരു കാലത്ത് റൈസിംഗ് സ്റ്റാർ എന്ന് വിളിച്ചിരുന്ന വിവേക് കംപ്ലീറ്റ്ലി സീറോ ആയി. ആ സമയത്ത് ഫിനാൻഷ്യലി വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വിവേക് പിന്നീട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 30-32 വയസ്സിന് ശേഷമാണ് വിവേക് ഒബ്റോയ് വളരെ ആക്റ്റീവായി മുംബൈ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ആണ് മുംബൈയിൽ ചെയ്തതെങ്കിൽ പിന്നീട് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ചെയ്തത്. അങ്ങനെ ദുബായ് റിയൽ എസ്റ്റേറ്റ് ആണ് മേജർ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. റീസെന്റ് ആർട്ടിഫിഷ്യൽ ഡയമണ്ടിന്റെ ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡിംഗ് പ്ലാറ്റ്ഫോം, എ കോഫി ബ്രാൻഡ്, ഇങ്ങനെ പോകുന്നു ലിസ്റ്റ്. ഇപ്പോൾ 30-ൽ പരം കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററും കൂടിയാണ് വിവേക് ഒബ്റോയ്. ഇതിൽ പല കമ്പനികളും IPO ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇക്കഴിഞ്ഞ ദിവസം 48ാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ സിനിമ ഫീൽഡിൽ അത്ര സക്സസ് അല്ല എന്നുണ്ടെങ്കിലും ബിസിനസ്സിൽ ആളൊരു പുലിയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പലരെയും പുറകിലാക്കിക്കൊണ്ട് ഇന്ന് 1200 കോടി രൂപയുടെ ആസ്തിയാണ് നമ്മുടെ വിവേക് ഒബ്റോയ്.